നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് തിരുവോണ ദിനമാണ്. തിരുവോണം പ്രമാണിച്ച് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ക്ഷേത്ര ദർശനത്തിന് വന്നതാണ്. എല്ലാവർക്കും ഓണാശംസകൾ. നമ്മുടെ ഈ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കാണുന്ന ആ ക്ഷേത്രം പടിപ്പുരക്കൽ ദേവി ക്ഷേത്രമാണ്. നമ്മളുടെ വീടിന് വളരെ അടുത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം. കുടുംബക്ഷേത്രമെന്ന് തന്നെ പറയാം. അതുപോലെ നമ്മൾ അതിന് ശേഷം നമ്മൾ പോയിട്ട് ക്ഷേത്ര ദർശനം നടത്തിയത് പെരുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. അതുപോലെ മഹാദേവ ക്ഷേത്രം, വാഴപ്പള്ളിയിലെ മഹാദേവ ക്ഷേത്രത്തിലും 2-3 ക്ഷേത്ര ദർശനമെല്ലാം നടത്തി. ഇനി നമ്മുടെ അടുത്ത പരിപാടി നേരെ തിരികെ നമ്മുടെ വീട്ടിൽ വരിക. അതിനുശേഷം കുടുംബത്തിലെല്ലാവരും ഒരുമിച്ച് നേരെ അമ്പലപ്പുഴയിലോട്ട് പോകുക എന്നുള്ളതാണ്. അമ്പലപ്പുഴയിലാണ് ഇന്നത്തെ സദ്യ ഓണത്തിൻ്റെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ അമ്പലപ്പുഴയിലോട്ടാണ് ഇനി പോകുന്നത്. അങ്ങനെ എല്ലാവരും കൂടി നമ്മളിപ്പോൾ നേരെ അമ്പലപ്പുഴയ്ക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അമ്പലപ്പുഴയിലാണ് തിരുവോണ സദ്യ ഒരുക്കിയിരിക്കുന്നത്. കഷ്ടമുണ്ട് ഓണമായിട്ട്. എന്തിനാ ഞാൻ ഇനി ചേട്ടാ കഷ്ടമുണ്ടെന്ന് അങ്ങനെ നേരം നിർത്തിക്കണം. നീ ഇറങ്ങിക്കാന്ന് ഫ്രണ്ടിലും കിടപ്പുണ്ട് കേട്ടോ. വരുന്ന വഴി നല്ല പെറ്റി അടിച്ച അവർക്കും കമ്മീഷൻ കിട്ടുവേ. പോലീസുകാർക്ക് അവർക്കൊരു കോട്ടയില്ലേ? കോട്ടയുണ്ട്, കോട്ട അവർക്ക് ഇത്ര അടിക്കണമെന്ന്. നമ്മളിപ്പോൾ വരുന്ന വഴി കണ്ടത് പോലീസ് ആ പാലത്തിലൊക്കെ നിൽക്കുന്ന വണ്ടി പാർക്ക് ചെയ്ത് നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തിരുന്നവർക്ക് പെറ്റി അടിച്ചു കൊടുക്കുന്നതായിരുന്നു. ഇവിടെ നമ്മളെത്തി, സദ്യയെല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇനി ഇവിടുന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. കാര്യം ഇന്ന് രാത്രിയിൽ നമ്മൾ നേരെ പോകുന്നു ബാംഗ്ലൂർക്ക്. ഇപ്രാവശ്യം നമ്മൾ യാത്ര ചെയ്യുന്നത് രാത്രിയിലാണ് ബാംഗ്ലൂരിലോട്ട്. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ രാത്രിയിൽ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കൊച്ചിയിലെത്തി. ബാംഗ്ലൂർക്കുള്ള യാത്രയിൽ നമ്മൾ രാത്രിയിലൊരു റോഡ് ട്രിപ്പൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഡ്രൈവേഴ്സ് ഉണ്ടായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു ടയേർഡാവും നമ്മുടെ ഡ്രൈവ്. പിന്നെ റിസ്ക്കുമാണ് രാത്രിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. രാത്രി പിന്നെ കാര്യമായിട്ടൊന്നും കാണാനില്ല. കുറച്ച് ട്രാഫിക്ക് നമുക്ക് കുറഞ്ഞു കിട്ടും, സുഖമായിട്ട് അങ്ങ് എത്താം. നമ്മൾ രാത്രി 10 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ബാംഗ്ലൂർക്കുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറേ നേരം നൈറ്റ് ഡ്രൈവ് ചെയ്ത് നമ്മൾ ഏതാണ്ട് നേരം വെളുക്കുന്ന സമയത്തോടു കൂടി തന്നെ സേലത്തെത്തി. ഇപ്പം നമ്മൾ സേലം പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നേരം വെളുക്കുമെന്നുള്ളതാണ്. ഡ്രൈവ് ചെയ്യാൻ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക വെളുപ്പിനെ ഒരു 4 മണിക്കൊക്കെ ബാംഗ്ലൂർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ രാവിലെ ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ്. കാരണം തമിഴ്നാട് അതുപോലത്തെ പ്രദേശങ്ങളൊക്കെ കുറച്ച് ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടെന്നാണ് നമ്മൾ ചില സമയങ്ങളിൽ കേട്ടിരിക്കുന്നത് മാധ്യമങ്ങൾ വഴി. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഒരു ശരവണഭവൻ, നല്ല രസമുള്ള ഒരു ശരവണഭവൻ, പുതിയതായിട്ട് ഓപ്പൺ ചെയ്തൊരു ശരവണഭവൻ ഇവിടെ കണ്ടപ്പം തോന്നി എന്നാൽ നമുക്കിവിടെ വണ്ടി നിർത്താം. വളരെ ലാവിഷായിട്ടുള്ള ഒരു പാർക്കിങ്ങൊക്കെ കണ്ടപ്പോൾ ഇവിടെ നിർത്തി. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ കയറി വെയിറ്റ് ചെയ്തു. ഏതാണ്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി തന്നു. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല ബാത്റൂമും അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ബാംഗ്ലൂർ ലക്ഷ്യമാക്കി. ഈ യാത്രാവേളകളിലൊക്കെ നമുക്ക് നല്ല ബാത്റൂം, നല്ല റെസ്റ്റോറൻറ്റ്, ക്ലീൻ പ്ലേസ് കിട്ടുക എന്ന് പറയുന്നത് എപ്പോഴും വളരെ യാത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ഘടകമാണ്. അങ്ങനെ നമ്മൾ ഓൾറെഡി ബാംഗ്ലൂർ വന്നു, നമ്മുടെ വീട്ടിലെത്തി, റെസ്റ്റ് എടുത്തു. അതിന് ശേഷം ഈവനിങ്ങിൽ ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ റിയാദിലുള്ള ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ മോളെ പിക്ക് ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ക്രൈസ്റ്റ് കോളേജിൻ്റെ ഹോസ്റ്റൽ പ്രിമിസസിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ദേവുവിനെ പിക്ക് ചെയ്യാൻ. ബോർഡുണ്ട്, ബ്ലൂ ബോർഡ്. ഇതാണ് ദേവു, എത്തിയിട്ടുണ്ട്. ഭയങ്കര കൺജസ്റ്റഡ് ആയ റോഡാണ് ഈ ക്രൈസ്റ്റിൻ്റെ മുന്നിൽ കൂടെ ഉള്ളത്. നമ്മളെന്തായാലും പെട്ട് ഇവിടെ വന്നു. മഴ ആയതുകൊണ്ട് ഭയങ്കര ട്രാഫിക്ക്.
അപ്പം സെറ്റായി. ഒരു സെം കഴിഞ്ഞോ? ഒക്ടോബറിൽ കഴിയും. ഒരു സെം കഴിഞ്ഞില്ല. നിങ്ങളുടെ ക്ലാസ് ഏത് മാസം മുതൽ ഏത് മാസം വരെ? അത് ദേവുനെയൊക്കെ പിക്ക് ചെയ്ത് നേരെ എംപയർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലോട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നു. ട്രാഫിക്കാണ് അവിടുത്തെ ഏറ്റവും വലിയ വിഷയം. നമ്മൾ വന്ന് പെട്ടായിരുന്നു അവിടുത്തെ ഒരു ചെറിയ റോഡിൽ. എന്നിട്ട് ഊരി എടുത്ത് പോന്നു. എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു അറബിക് റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. എംപയർ റെസ്റ്റോറൻറ്റിലെ മെനു എന്ന് പറയുന്നത് മോർ ഓർ ലെസ് അറബിക് ആ ഒരു പാറ്റേൺ ടൈപ്പ് ഫുഡും പിന്നെ അതുപോലെ കബാബ് അങ്ങനെയുള്ള മെനു ആണ്. ഇവർക്ക് ഈ ഫുഡ് ട്രൈ ചെയ്യാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ വന്നത്. ഫുഡ് നമുക്ക് ഒരു 70 ഔട്ട് ഓഫ് 100 കൊടുക്കാം. കുഴപ്പമില്ല, ഫുഡൊക്കെ കഴിക്കും. നമ്മളങ്ങനെ ഈ റെസ്റ്റോറൻറ്റിലാണ് കയറി. എംപയർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. അവിടെ നിന്ന് കയറി കഴിച്ചിട്ട് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി തിരികെ ദേവിനെ കൊണ്ട് ഹോസ്റ്റലിൽ വിടണം. എന്നിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകും. ദേവുവിനെ കൊണ്ട് നമ്മുടെ ഹോസ്റ്റലിൽ വിട്ടു. അതിനുശേഷം നമ്മൾ തിരിച്ച് നേരെ ചന്താപുരയ്ക്ക് പോകുന്നു. തിരക്കാണ് വഴിയിൽ. എന്തൊക്കെയോ പരിപാടി നടക്കുന്നു. കൊള്ളാല്ലേ, കേട്ടിട്ട് ഇറങ്ങാൻ തോന്നുന്നുണ്ട്. ബിൽഡിങ്ങിൻ്റെ കാർ പാർക്കിംഗ് ആണ്. നമ്മൾ വണ്ടി എടുക്കുവാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇവർ ഈ ബൈക്കല്ല വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇവർ മുന്നേ പോയിട്ട് വേണം നമുക്ക് പുറകെ പോകാൻ. ഇവർ വന്നിട്ട് 2 ദിവസമായി. ഇത് രാഹുലിൻ്റെ ബൈക്ക്. ഇങ്ങോട്ട് നോക്കിയാടാ. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നു ഫുഡ് കഴിക്കാൻ. ഇതിപ്പം ചന്താപുര ആനക്കൽ റോഡാണ്. ഒരു 5 കൊല്ലം മുമ്പൊന്നും കാര്യമായ വികസനം ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു ഇത്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അതിഥി സർക്കാർ. രാഹുലിൻ്റെ ബൈക്കായി പോകുന്നു. നമുക്ക് ബാംഗ്ലൂരിൽ കാണാൻ പറ്റുന്ന ഏറ്റവും ഒരു നെഗറ്റീവ് പാർട്ടെന്ന് പറയുന്നത് ഭയങ്കരമായ ട്രാഫിക്കാണ്. അതിലേറ്റവും കൂടുതൽ 2 വീലേഴ്സാണ് ഇവിടെ പ്രശ്നക്കാർ. കാര്യം അവർ ചെറിയൊരു സ്ഥലം കിട്ടിയാൽ അവർ തിരികെ കയറ്റി ഓടിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ ബാംഗ്ലൂർ സിറ്റിക്കുള്ളിലും അതിൻ്റെ സബർബ് ഏരിയയിലൊക്കെ ഡ്രൈവ് ചെയ്യാൻ. നമ്മൾ അലയൻസ് യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലിൻ്റെ റോഡിൽ കൂടെയാണ് പോകുന്നത്. രാഹുലിൻ്റെ ഹോസ്റ്റൽ. ഇവിടെ വന്നിട്ടുണ്ടോ? നീ വന്നിട്ടുണ്ടോ? ഇവിടെ നമ്മളിപ്പം കറങ്ങുന്ന ഈ സ്ഥലങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയുടെ പരിസര പ്രദേശങ്ങളാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അതിഥി സർക്കാരിൽ നിന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങിലെത്തി. ഇതാണ് നമ്മൾ താമസിക്കുന്ന നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഇതിൻ്റെ 8ാമത്തെ ഫ്ലോറിലാണ്. സ്കൈ വ്യൂ എന്ന് പറയുന്ന ഈ ഒരു ബിൽഡിങ്ങിൻ്റെ 8ാമത്തെ ഫ്ലോറാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. രാഹുൽ പഠിച്ച കോളേജുമായിട്ട് ഏതാണ്ട് 1 കിലോമീറ്ററിൻ്റെ ദൂരമേ ഉള്ളൂ. അങ്ങനെ ചക്കുവിൻ്റെ കൂടെ പഠിച്ച 2 കുട്ടികളിവിടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇവർ ജദ്ദയിൽ ഒരുമിച്ച് പഠിച്ചാണ് ചക്കുവിൻ്റെ കൂടെ. അവരിപ്പം ചക്കുവിനെ കാണാൻ വേണ്ടി പാലക്കാട്ടു നിന്നും മലപ്പുറത്തു നിന്നും ഇവിടെ വന്നിരിക്കുകയാണ്, ബാംഗ്ലൂർ. ബാംഗ്ലൂരിലെ നമ്മുടെ 2ാം ദിവസമാണ്. നമ്മളിവിടെ മുഹമ്മദ് ദേശി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ചക്കുവിൻ്റെ കൂടെ പഠിച്ച 2 പിള്ളേർ, അതാ ഇവർ 2 പേര് അപ്പം അവനെ കാണാൻ വന്നിട്ടുണ്ട്. നമ്മുടെ ധ്രുവ്
ഇവനൊരു എൻ്റർപ്രണറാണ്. ഇവർ 4 പേരോട് ഇപ്പോൾ എവിടെ പോവാണ്? ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ സുസുക്കിയുടെ എക്സ്പ്രസോ എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇവന്മാർ ചില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പം നമുക്ക് 2-3 ഗസ്റ്റ് ഉണ്ട്, അവരെ വിളിക്കാൻ വേണ്ടി പോവാം. എക്സ്പ്രസോ. ഇന്ന് നമ്മുടെ കൂടെ 2-3 ഗസ്റ്റ് ഉണ്ട്. അപ്പം അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ നേരെ പോവുകയാണ്. അവർ വന്നിട്ട് സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് ട്രെയിനിലോ ബസ്സിലോ എന്തോ കയറി വന്നിരിക്കുകയായിരുന്നു. അങ്ങനെ അവരെ നമ്മൾ പോയി പിക്ക് ചെയ്തു. നമ്മുടെ ഗസ്റ്റ് മറ്റാരുമല്ല, ദേവും ദേവുവിൻ്റെ 2 ഫ്രണ്ട്സുമാണ്. നമ്മളങ്ങനെ പറഞ്ഞ 3 ഗസ്റ്റുകളെ റിസീവ് ചെയ്തു. ബൊമ്മസാന്തരയിലെ മെട്രോയിൽ നിന്ന് പിക്ക് ചെയ്തു. ഈ കാണുന്ന 3 പേര് കണ്ടു. ഇവരെ നമ്മൾ പിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ നമ്മളുടെ സ്വന്തം ചന്താപുരയിലോട്ട് പോവുകയാണ്. ഇവരും രാഹുലിൻ്റെ ഫ്രണ്ട്സും ചക്കുവിൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇന്ന് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇവരെ തിരിച്ച് ഡിന്നറൊക്കെ കഴിച്ചിട്ട് കൊണ്ടുവിടാൻ. കേരള തരണി മണികൾ പോകുന്നു സാരിയൊക്കെ എടുത്ത് ഓണം പ്രമാണിച്ച്. കണ്ടോ മലയാളികൾ ഇതേടെ പിള്ളേർ ഓണമെല്ലാം ആഘോഷിച്ചിട്ട് പോകുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ കുറച്ച് നേരം എല്ലാവരുമായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. കോളേജിലെ കഥകളും ഇപ്പോഴത്തെ പഠിക്കുന്നതിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിങ്ങനെ സംസാരങ്ങളിങ്ങനെ നീണ്ടു പോയി. സമയം പോയത് അറിഞ്ഞില്ല. എല്ലാവരുമായിട്ടിരിക്കുമ്പോൾ സമയം പോകുന്ന അറിയില്ലല്ലോ. കുട്ടികൾ വന്നിരുന്നു ഇന്നിവിടെ. നമ്മളിപ്പോൾ അവരൊക്കെ ആയിട്ട് ഒരു ഡിന്നറിന് പോവാം. നമ്മൾ നേരെ ഇപ്പം പോകുന്നത് ട്രഫിൾസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലോട്ടാണ്. സിറ്റിക്കുള്ളിൽ തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്. അപ്പം നേരെ ട്രഫിൾസ് ലക്ഷ്യമാക്കി ട്രാഫിക്കിലൊക്കെ കിടന്ന് പോകുന്നു. അപ്പം നമ്മൾ സ്ഥിരം വരുന്ന ടോണിക് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് കണ്ടു. ട്രഫിൾസ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് വന്നു. ഭയങ്കര ക്രൗഡാണ് ഇവിടെ, ഒരു രക്ഷയില്ല. ഇവിടെ എല്ലാം പാക്ഡാണ്. ട്രഫിൾസ് നമ്മളങ്ങനെ ട്രഫിൾസിൽ വന്നു. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ഇതാ നമ്മളെല്ലാവരും ഉണ്ട് ഇവിടെ. ടോട്ടൽ 11 പേരുണ്ട് നമ്മൾ. അവിടുന്ന് ചക്കു, പൊന്നു, നമ്മുടെ ദേവുവിൻ്റെ ഫ്രണ്ട്സ്, പിന്നെ ധ്രുവ്, വിനു, പിന്നെ അങ്ങനെ എല്ലാവരും. ഇവിടെ പല ടൈപ്പ് ഓഫ് ഫുഡ് കിട്ടും. പിസ്സ കിട്ടും, പാസ്ത കിട്ടും, അതുപോലെ തന്നെ ബർഗേഴ്സ് കിട്ടും. മെയിൻലി ആൾക്കാർ ഇവിടെ വരുന്നത് ബർഗേഴ്സ് കഴിക്കാനാണ്. അപ്പോൾ നമ്മൾ ബർഗർ മെനു കണ്ടിട്ട് ഞാനും മോസ്റ്റ്ലി എല്ലാവരും ബർഗേഴ്സാണ് ഓർഡർ ചെയ്തത്. ചിലർ പിസ്സയൊക്കെ ഓർഡർ ചെയ്തു, ചിലർ പാസ്ത ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡെല്ലാം വന്നു. നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. റെക്കമെൻഡബിൾ പ്ലേസാണ്, അടിപൊളി പ്ലേസാണ് ട്രഫിൾസ്. അങ്ങനെ നമ്മൾ അവരെ അവരുടെ ഹോസ്റ്റലിൽ കൊണ്ട് തിരിച്ചു വിട്ടു. മലയാള സിനിമയിൽ അഭിനയിച്ച ഒരു കലാകാരനാണ് അദ്ദേഹമാണ് നമ്മുടെ വണ്ടി എടുക്കുന്നത്. നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ആ കടയുടെ പേരെന്നാ? A to B. 3-ാം ദിവസം ബാംഗ്ലൂർ ഇവിടെ വെസ്റ്റ് സൈഡിൽ വന്നിരിക്കും. വെസ്റ്റ് സൈഡിൽ വന്ന് ഇതൊരു പുതിയ ഒരു ഷോറൂമാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് ഫ്രഷായിട്ട് തോന്നുന്നു. അപ്പോൾ വെസ്റ്റ് സൈഡിൽ നേരത്തെ നമ്മൾ ബാംഗ്ലൂർ വരുമ്പോൾ നമ്മൾ ഇങ്ങനൊരു ഷോറൂം ഇവിടെ കണ്ടിട്ടില്ല.
ഇതൊരു ഒറ്റപ്പെട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുന്ന ഒരു സംഭവമാണ്. കൊള്ളാം, നല്ല രസമുണ്ട്. ടാറ്റയുടെ പ്രോഡക്റ്റാണ്, ഈ ബ്രാൻഡാണ് വെസ്റ്റ് സൈഡ്. ഒരു ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് വെച്ച് നോക്കുമ്പം കുഴപ്പമില്ല. ഇതൊക്കെ കണ്ടില്ല, ഇതുപോലത്തെ ഡ്രസ്സിനൊക്കെ വെസ്റ്റ് സൈഡിൽ 999 റുപ്പീസ്. എന്തായാലും ഞങ്ങൾ 3 പേര് ഇവിടെ വന്നിരിക്കുക. ഇനി ഇവിടുന്ന് മേടിക്കാൻ ഉണ്ടായിരിക്കും, മേടിച്ചിട്ട് വേണം പോവാൻ. കയറിയതാ, ചുമ്മാ കയറി എന്താ ചെയ്യുക. ഞാൻ വന്നിട്ട് ഞാൻ ആ പാടെ എടുത്തൊരു ഷോർട്ട് പാൻറ്റാ. ഓരോ അവസ്ഥ നോക്കിക്കോണം. ഇവിടെ ഒക്കെ ഒരു തുണിക്കട കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ 2.5-3 മണിക്കൂർ എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ മതി. ഇവളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ല. ഞാനിവിടെ കുത്തിയിരിക്കുക. വിശ്വസിക്കല്ലേ കേട്ടോ പ്രേക്ഷരെ, ഭയങ്കര സീനുണ്ട് ബരപ്പൻ. അത് കാണുന്ന പോലൊന്നും അല്ല. ബാംഗ്ലൂരിലെ ഈ വെസ്റ്റ് സൈഡിലാണ് കയറിയത്. വെസ്റ്റ് സൈഡിൽ കയറി നമ്മുടെ വണ്ടി താണ്ട് അവിടെ കിടപ്പുണ്ട് പാർക്കിങ്ങിൽ. ഇറങ്ങിയിട്ട് നേരെ ഇപ്പുറത്തെ ഒരു മോളിലോട്ട് പോവാ. M5 അങ്ങനെ എന്താ പറഞ്ഞൊരു മോൾ, ലുലു ഒക്കെ ഉണ്ട് അതിനകത്ത്. ഭയങ്കര ട്രാഫിക്കാണ് ബാംഗ്ലൂർ, ഒരു രക്ഷയില്ല. ട്രാഫിക് കാരണം ഉണ്ടല്ലോ ഇവിടെ വണ്ടി എടുക്കാനേ പറ്റില്ല, അത്ര ട്രാഫിക്ക്. ഓരോ പ്രാവശ്യം ബാംഗ്ലൂർ വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കാത്ത അത്ര ഡിഫറൻസാണ് ഓരോ റോഡിലും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന മെട്രോ ആണ്. ഈ മെട്രോ അങ്ങ് ചന്താപുര അപ്പുറം വരെ നമ്മുടെ ആ ഒരു റൂട്ട് വരെ വരുന്നുണ്ട്. അത് എക്സ്പാൻഷൻ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. ഇപ്പം ചന്താപുര, സർജാപൂർ ആ ഒരു ഏരിയയിൽ ഒരു അപ്പാർട്ട്മെൻറ്റിന് 2.5 crore വരെ ആയിട്ടുണ്ട് വില. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഏതാണ്ട് 45 കിലോമീറ്റർ ദൂരെയാണ് ഈ പറയുന്ന മെയിൻ സിറ്റിയിൽ നിന്ന് ഈ പറയുന്ന സ്ഥലങ്ങൾ. അവിടെ 2.5 crore ആയെന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള സിറ്റിക്ക് ഉള്ളിലുള്ള സ്ഥലങ്ങൾക്കും ഭയങ്കര വിലയായിരിക്കും. ഇപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റൊക്കെ കാണുന്നില്ലേ, ഇതിനൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഇനിയും മേടിക്കാൻ പോകണ ഒരു 1.2 CR കൊടുക്കേണ്ടി വരുമായിരിക്കും. ാണ് ലുലു പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ചെറിയ ഔട്ട്ലെറ്റാണെന്ന് തോന്നുന്നു ലുലു. എത്ര തുണി മേടിച്ചു കഴിഞ്ഞാലും മതിയാകത്തില്ല. ഇപ്പം എന്താണ്ട് ആ വെസ്റ്റ് സൈഡിൽ കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. പിന്നെ അവരൊരു തുണിക്കട ചാടി കയറിയിരിക്കുക, ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ട്. ഒരു രക്ഷയില്ല. ഇവർക്ക് തന്നെ തുണിയോടെ എന്താ ഇത്ര വലിയ സംഭവം, എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കറിയില്ല, ഇവളൊക്കെ ഉണ്ടല്ലോ ഇവളൊക്കെ എന്താ ഒരുമാതിരി ക്രേസി പർച്ചേസിങ്ങാ, ഒന്നും മനസ്സിലാകുന്നില്ല. കയറി കഴിഞ്ഞാൽ ഒരു 2-3 hours തൊട്ട് അനക്കമില്ല. പിന്നെ കഥകളിയുടെ ഒരു രൂപം ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ മോളിനകത്ത് അത് കണ്ടിട്ട് രസം തോന്നിയപ്പോൾ എടുത്താണ് ഈ വീഡിയോ. നമ്മൾ M5 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മോളിലാണ്. ഇവിടെ സ്റ്റാർബക്സ് ഉണ്ട്. സ്റ്റാർബക്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കാപ്പ് കുടിക്കാതെ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. അതിപ്പോൾ എവിടെ ചെന്നാലും സ്റ്റാർബക്സ് കണ്ടാൽ ഉടനെ കാപ്പ് കുടിക്കണം. ഇങ്ങനെ കാപ്പ് കുടിക്കാനുള്ള ഇതിൽ ഇടിയിരിപ്പുണ്ട്. ഇല്ല, മോള് കുടിച്ചോ. നീ സ്റ്റാർബക്സേ കുടിക്കത്തുള്ളായിരിക്കും അല്ലേ? മേടിച്ചിട്ട് ഇതിനകത്ത് പഞ്ചസാര കലക്കി കുടിക്കാൻ ഒരു പ്രശ്നമില്ല. അതേസമയം ഒരു ഫിൽറ്റർ കോഫിക്ക് അത് സ്വല്പം പഞ്ചസാരയാണെന്ന് ഇവള് ഇന്ന് ഫിൽറ്റർ കോഫി കുടിച്ചില്ല എന്നുള്ളതാണ്. ഇത് ഒരു പ്രശ്നമില്ല. ഇത് ഞാൻ അങ്ങോട്ട് എടുത്തൊന്ന് കുടിച്ച് നോക്കിയിട്ട് ഭയങ്കര മധുരം. ഓ, മധുരം സഹിക്കാൻ പറ്റാത്ത മധുരം. ഓ, ലക്ഷങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. M5 എന്ന് പറഞ്ഞ ഈ മോളിൽ നിന്ന് നമ്മൾ വിട വാങ്ങുന്നു. ഓക്കെ, സി യു, ബൈ. ഇതാണ്
M5. പോകുന്നു. നമ്മുടെ ഈ ബാൽക്കണിയിൽ ഇവിടെ പ്രാവ് വരുന്നെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇത് പുതിയതായിട്ട് ഫിക്സ് ചെയ്തതാണ് ഈ ഒരു വോൾ ഇവിടെ. മൂന്നാം ദിവസം രാത്രിയിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ടോയ്റ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങി, ഇതാണ് നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അവന്മാരെ കിടന്ന് അടിക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്, ശുഭ 9 സ്കൈ വ്യൂ. ഈ കാണുന്ന സ്ഥലമാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് HAL എന്ന് പറയുന്നത്. ബാംഗ്ലൂരെ പോലത്തെ ഒരു ട്രാഫിക്, ഭയങ്കര ട്രാഫിക്. ടോയ്റ്റ് എവിടെ? അവിടെ ഒരു ബോർഡ് കണ്ടു, പക്ഷെ പിന്നൊന്നും കാണുന്നില്ല. ഇല്ല, ടോയ്റ്റ്. We are going to ടോയ്റ്റ്. ഇത് ഭയങ്കര സംഭവമാണ്. ഇതിനകത്തോട്ട് കയറാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ടോയ്റ്റിലോട്ടാണ്, റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഒത്തിരി ഓടി, ഒരു 1.5 മണിക്കൂർ ഓടിയിട്ടാണ് നമ്മളിവിടെ എത്തിയത്. ആണ് അവർ നമ്മുടെ അടുത്ത് ചായ മേടിച്ച് കൊണ്ടുപോയിക്കോളും. ഈ ടോയ്റ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് 3-4 ബ്രാഞ്ചസ് ഉണ്ടെന്ന് തോന്നുന്നു. വളരെ നൈസായിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. ഇവർക്ക് ബ്രൂവറി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതിനു മുമ്പ് വേറൊരു റെസ്റ്റോറൻറ്റിലായിരുന്നു, ടോയ്റ്റിൻ്റെ ഒരു ബ്രാഞ്ചിലായിരുന്നു പോയിരുന്നത്. അവിടെ ഫുള്ളി ബുക്ക്ഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരം ഇവിടെ വന്നത്. ഇതും ഒരു നൈസ് പ്ലേസിലാണ് അവർ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 100/100 അത്രയ്ക്കും നൈസായ ഫുഡാണ്. കുറച്ച് എക്സ്പെൻസീവാണ്, എങ്കിലും അടിപൊളി പ്ലേസാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്. ഇവിടെ നമ്മൾ വന്ന് ഡിന്നറൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തു. ഏതാണ്ട് 1-2 മണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തിരികെ പോവുകയാണ്. ഏതാണ്ട് 1.5 മണിക്കൂറോളം ഞാൻ ഡ്രൈവ് ചെയ്യണം നമുക്ക് തിരികെ എത്താൻ. ഡിന്നർ നൈസായിരുന്നു. എല്ലാവരുമായിട്ടും നമ്മൾ നല്ലൊരു സമയം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ പോവുകയാണ്. ഫുൾ ടോയ്റ്റ്. നമ്മൾ ടോയ്റ്റ് ആണോ ഫുൾ ടൈറ്റ് എന്നാണോ എഴുതിയിരിക്കുന്നത്? ഫുൾ ടൈറ്റ് എന്നാണോ ടോയ്റ്റ് എന്നാണോ ഒന്നും മനസ്സിലാകുന്നില്ല. ഫുൾ ടൈറ്റ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഹലോ ഗായ്സ്, ഞാനിപ്പോൾ ടോയ്റ്റിന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയാണ് ഗായ്സ്. ഓക്കെ, ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ദീർഘദൂര യാത്രയുണ്ട്. ഒരു 1.5 മണിക്കൂറോളം നമുക്ക് ഇപ്പം ഇനിയും നമ്മുടെ വീട്ടിലോട്ട് പോകാനുണ്ട് ഈ ടോയ്റ്റ് റെസ്റ്റോറൻറ്റിൽ നിന്ന്. നമ്മളങ്ങനെ യാത്ര തുടരുന്നു, നമ്മളുടെ വീട് ലക്ഷ്യമാക്കി. കുട്ടികൾ ഇതിനകത്ത് പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് മുന്നോട്ടിങ്ങനെ പോകുന്നു. അങ്ങനെ പിള്ളേരുടെ ഈ ബഹളത്തിനിടയിൽ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. ബാംഗ്ലൂർ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക്
ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.